എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് 24 മണിക്കൂർ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ രാവിലെ കണ്ണ് തുറക്കുന്നതിന് മുന്നേ നമ്മുടെ കൈ പോകുന്നത് എവിടത്തേക്കാണ്? ഫോണിലേക്ക്. അതെ, അലാറം ഓഫ് ചെയ്യാൻ ഫോൺ എടുത്തു, പിന്നെ പതിയെ വാട്സപ്പ് നോക്കി, പിന്നെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി, പിന്നെ യൂട്യൂബ് നോക്കി, ഒരു ഷോർട്ടൊക്കെ കണ്ട്, പിന്നെ അടുത്തത് കണ്ട്, പിന്നെ അറിയാതെ വേറൊന്നും അതിലോട്ട് പോയി അങ്ങനെ അറിയാതെ നമ്മൾ തന്നെ അറിയാതെ രാവിലത്തെ എണീറ്റത് ശേഷമുള്ള അരമണിക്കൂർ അങ്ങനെ കഴിഞ്ഞു. നമ്മൾ ശരിക്കും ഫോൺ ഉപയോഗിക്കുകയാണോ അതോ ഫോൺ നമ്മളെയാണോ ഉപയോഗിക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? വെറും 24 മണിക്കൂർ ഒരു ദിവസം ഫോണില്ലാതെ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് ബോറടിക്കുമോ? ടെൻഷൻ വരുമോ? ആരോട് സംസാരിക്കാൻ പറ്റാതാകുമോ? അതോ നമ്മൾ മറന്നുപോയ നമ്മുടെ തന്നെ ജീവിതം തിരിച്ചു കിട്ടുമോ? നമ്മുടെ ദിവസം എവിടെയാണ് പോകുന്നത്? രാവിലെ എഴുന്നേറ്റാൽ ഫോൺ, ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ, ബസ്സിൽ പോകുമ്പോൾ ഫോൺ, ജോലിക്കിടയിൽ ഫോൺ, ടോയ്ലറ്റിൽ ഫോൺ, കിടക്കയിൽ കിടന്നിട്ടും ഫോൺ, ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും ഫോൺ. ചിലപ്പോൾ ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്താൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു വീഡിയോ കൂടി, ഒരു റീൽസ് കൂടി, ഇത് കഴിഞ്ഞിട്ട് ഫോൺ വെക്കാം, എന്നാൽ ഇത് അവസാനമായിട്ട് കാണാം. അങ്ങനെ കഴിഞ്ഞ് എപ്പോഴാണ് 1 മണിക്കൂർ ആയതെന്ന് നമ്മൾ പോലും അറിയാറില്ല. നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്? സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ മറ്റുള്ളവരുടെ സന്തോഷം, യൂട്യൂബ് തുറക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം, വ്ളോഗ് കാണുമ്പോൾ മറ്റുള്ളവർ എവിടെ പോകുന്നു, എന്ത് കഴിക്കുന്നു, എന്ത് വാങ്ങുന്നു, എങ്ങനെ ജീവിക്കുന്നു. നമ്മൾ മണിക്കൂറുകളോളം മറ്റുള്ളവരുടെ ജീവിതം കാണുന്നു. പക്ഷെ ഒരു ചോദ്യം, നമ്മുടെ സ്വന്തം ജീവിതം നമ്മൾ എപ്പോഴാണ് ജീവിക്കുന്നത്? നമ്മുടെ ഫോണിൽ 100 കണക്കിന് കോണ്ടാക്ട്സ് ഉണ്ടാവും. വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പ്സ്, ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ്, ഫ്രണ്ട്സ് ലിസ്റ്റ്. പക്ഷേ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ സമയമില്ല. അച്ഛൻ എന്താണെന്ന് പറയുന്നത് എന്ന് കേൾക്കാൻ സമയമില്ല. അമ്മയോട് കുറച്ചു നേരം സംസാരിക്കാൻ സമയമില്ല. മക്കളോടൊപ്പം കളിക്കാൻ സമയമില്ല. കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ സ്ക്രീനിലാണ്. ഒരേ മുറിയിലിരിക്കുന്ന 4 പേർ 4 ഫോണിൽ നോക്കുന്നു. എല്ലാവരും ഓൺലൈനിലാണ്, പക്ഷേ ആരും തമ്മിൽ സംസാരിക്കുന്നില്ല. ഫോണില്ലാത്തപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അസ്വസ്ഥത തോന്നുന്നത്? ഒരു നോട്ടിഫിക്കേഷൻ വന്നെന്ന് നോക്കണം, ആരെങ്കിലും മെസ്സേജ് അയച്ചോ എന്ന് നോക്കണം, എത്ര ലൈക്സ് കിട്ടിയെന്ന് നോക്കണം, പുതിയ വീഡിയോ വന്ന് നോക്കണം, വ്യൂസ് എത്രയായി, ഫോളോവേഴ്സ് കൂടിയോ, വാട്സപ്പിൽ ആരാണ് ഓൺലൈൻ. ഇതൊക്കെ നോക്കുന്നത് ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷെ നമ്മുടെ ശ്രദ്ധ ഓരോ സെക്കൻഡിലും ഫോൺ പിടിച്ചെടുക്കുകയാണ്. ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ടും അത് വീണ്ടും എടുക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത്? കാരണം നമ്മുടെ ബ്രെയിനിന് പുതിയ നോട്ടിഫിക്കേഷൻ, പുതിയ വീഡിയോ, പുതിയ മെസ്സേജ്, ഇവയെല്ലാം ചെറിയ എക്സൈറ്റ്മെൻറ്റ് നൽകുന്നുണ്ട്. അങ്ങനെ ഫോൺ നോക്കണം എന്നതൊരു ശീലത്തിൽ നിന്ന് ഒരു ഡിപ്പെൻഡൻസി ആയിട്ട് മാറാം. നമ്മൾ പറയും, എനിക്ക് സമയമില്ല, എക്സസൈസ് ചെയ്യാൻ സമയമില്ല, പുസ്തകം വായിക്കാൻ സമയമില്ല, കുടുംബത്തോടൊപ്പം ഇരിക്കാൻ സമയമില്ല, പുതിയ സ്കിൽസ് പഠിക്കാൻ സമയമില്ല. അങ്ങനെ എല്ലാത്തിനും സമയമില്ല എന്നുള്ളൊരു കാരണം. പക്ഷേ ദിവസം എത്ര മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് സ്ക്രീൻ ടൈം നോക്കിയാൽ 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, ചിലപ്പോൾ അതിലും കൂടുതൽ. ഒരു ദിവസം 5 മണിക്കൂർ ഫോൺ ഉപയോഗിച്ചാൽ ഒരാഴ്ചയിൽ 35 മണിക്കൂർ, ഒരു മാസത്തിൽ ഏകദേശം 150 മണിക്കൂർ. അതെത്ര വലിയ സമയമാണ്! ആ സമയം കൊണ്ട് ഒരു ഭാഷ പഠിക്കാം, ഒരു പുസ്തകം വായിക്കാം, എക്സസൈസ് ചെയ്യാം, പുതിയ സ്കിൽസ് പഠിക്കാം, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കുറച്ചു നേരം സമാധാനമായിരിക്കാം. ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കുട്ടികളും ഫോൺ ഉപയോഗമാണ്. കുട്ടി കരയുമ്പോൾ ഫോൺ കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കില്ലേ യൂട്യൂബ് കൊടുക്കുന്നു, ബോറടിക്കുന്നുണ്ടോ മൊബൈൽ കൊടുക്കുന്നു. കുറച്ച് സമയത്തേക്കത് രക്ഷിതാക്കൾക്ക് എളുപ്പമാണ്. പക്ഷെ ഒരു കുട്ടി പതിയെ പഠിക്കുന്നു, എനിക്ക് ബോറടിച്ചാൽ ഫോൺ വേണം എന്നുള്ളത്. എനിക്ക് വിഷമമുണ്ടെങ്കിൽ ഫോൺ വേണം, എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ വേണം. അങ്ങനെ ഫോൺ ഒരു എൻ്റർടൈൻ മാത്രമല്ലാതെ അവരുടെ ദിവസത്തിൻ്റെ ഭാഗമാവുന്നു.
കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ഫോൺ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്ന് നോക്കണം. കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് പഠിക്കുന്നത്. ഒരു കുടുംബം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. മേശയിൽ ഭക്ഷണമുണ്ട്. അച്ഛൻ്റെ കയ്യിൽ ഫോൺ, അമ്മയുടെ കയ്യിൽ ഫോൺ, മക്കളുടെ കയ്യിൽ ഫോൺ. എല്ലാവരും ഒരുമിച്ചാണ്, പക്ഷേ ആരും ഒരുമിച്ചല്ല. ഒരു ദിവസം ഫോണുകളെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ ആദ്യം കുറച്ച് ഓക്കോടായിരിക്കും, പിന്നെ ആരെങ്കിലും സംസാരിക്കും, പിന്നെ ചിരി വരും, പിന്നെ പഴയ കഥകൾ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ നഷ്ടപ്പെടുത്തിയിരുന്നത് ഇൻ്റർനെറ്റ് കണക്ഷനല്ല, ഹ്യൂമൻ കണക്ഷനായിരുന്നു എന്ന്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള അവസാന മണിക്കൂർ നമ്മൾ വിചാരിക്കും ഇനി കുറച്ചു നേരം ഫോൺ മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും ഫോൺ എടുക്കും, ഇൻസ്റ്റാഗ്രാം തുറക്കും, റീൽസ്, യൂട്യൂബ് ഷോർട്സ്, മെസ്സേജസ്, കമൻറ്റ്സ്, വീണ്ടും വീഡിയോസ്. ഒടുവിൽ അയ്യോ സമയം ഇത്രയായോ, ഫോൺ വെച്ച് കിടക്കുമ്പോൾ മനസ്സിപ്പോഴും ആക്റ്റീവ്. പിന്നെ ഉറക്കം വൈകുന്നു, രാവിലെ വീണ്ടും ക്ഷീണം, അടുത്ത ദിവസം വീണ്ടും ഫോൺ, അങ്ങനെ 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 ഒരു സൈക്കിൾ. ഇനി ഒരു ചലഞ്ച് നമുക്ക് ഏറ്റെടുക്കാം. 24 മണിക്കൂർ ഒരു ദിവസം മാത്രം ഫോണില്ല, റീൽസ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, യൂട്യൂബ് ഇല്ല, വാട്സപ്പ് ഇല്ല, ഗെയിമിംഗ് ഇല്ല, നോട്ടിഫിക്കേഷൻസ് ഇല്ല. നിങ്ങൾക്ക് ഫോൺ ആവശ്യമുള്ള എമർജൻസി കാര്യങ്ങളുണ്ടെങ്കിൽ അതിനാവശ്യമായ സംവിധാനം വേണം. പക്ഷേ എൻ്റർടൈൻമെൻറ്റിനായി ഫോൺ ഉപയോഗിക്കാതെ ഒരു ദിവസം മാത്രം ജീവിച്ചു നോക്കൂ. ഡേ 1 മോർണിംഗ്. രാവിലെ എഴുന്നേൽക്കും. ആദ്യത്തെ കുറച്ച് മിനിറ്റ് കൈ സ്വാഭാവികമായി ഫോൺ അന്വേഷിക്കും. ഫോണില്ല, അപ്പോൾ എന്ത് ചെയ്യും? ജനലിലൂടെ പുറത്തേക്ക് നോക്കാം, നടക്കാൻ പോവാം, ചായ ഉണ്ടാക്കാം, കുടുംബത്തോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കുറച്ച് നേരം ഇരിക്കാം. ആദ്യം ബോറടിക്കും, പക്ഷേ ബോറടിക്കുന്നത് മോശം കാര്യമാണോ? അല്ല. ബോറടിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മൈൻഡ് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫോണില്ലാതെ നടക്കൂ. ഹെഡ്ഫോൺ ഇല്ല, റീൽസ് ഇല്ല, മ്യൂസിക് ഇല്ല, നോട്ടിഫിക്കേഷൻ ഇല്ല. ചുറ്റും നോക്കുക, ആകാശം, മരങ്ങൾ, റോഡ്, ആളുകൾ. നമ്മൾ ഒരു ദിവസം കടന്നു പോകുന്ന സ്ഥലങ്ങൾ പോലും പുതിയതായി തോന്നും. കാരണം ഇത്രയും കാലം നമ്മുടെ കണ്ണുകൾ ചുറ്റുമുള്ള ലോകത്തേക്കാൾ സ്ക്രീനിലായിരുന്നു. ഒരു ചായ കുടിക്കുമ്പോൾ ഫോൺ നോക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. പക്ഷെ ചായയുടെ രുചി ശ്രദ്ധിക്കാം, അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാം, നമ്മുടെ ചിന്തകൾ കേൾക്കാം. നമ്മൾ എപ്പോഴാണ് അവസാനമായി ഒരു കാര്യം മുഴുവൻ ശ്രദ്ധിച്ച് ചെയ്തത്? ഓർക്കുന്നുണ്ടോ? ആദ്യ മണിക്കൂറുകൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ കൈ ഫോൺ അന്വേഷിക്കുന്നത് കുറയും. മൈൻഡ് കുറച്ച് കാമാകും. നമ്മൾ കൂടുതൽ സംസാരിക്കും, കൂടുതൽ നടക്കും, കൂടുതൽ ചിന്തിക്കും. ചിലർ പുസ്തകം വായിക്കും, ചിലർ പഴയ ഹോബീസ് തിരിച്ചു തുടങ്ങും, ചിലർ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും, നമ്മൾ കരുതിയതിലും എളുപ്പത്തിൽ. നമുക്ക് ഫോൺ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതില്ല, പക്ഷെ ചില റൂൾസ് വെക്കാം. ഉറങ്ങുന്നതിന് 30 മിനിറ്റ് മുൻപ് ഫോൺ മാറ്റിവെക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ വേണ്ട. കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കാം. രാവിലെ എഴുന്നേറ്റ ഉടൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക. ദിവസത്തിൽ കുറച്ച് സമയം നോ ഫോൺ ടൈം ആക്കാം. ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് മണിക്കൂർ ഡിജിറ്റൽ ഡിറ്റോക്സ് ചെയ്യാം. ഏറ്റവും പ്രധാനമായി ഫോൺ എടുക്കുന്നതിന് മുമ്പ് സ്വയം ചോദിക്കാം, എനിക്ക് ശരിക്കും ഇതിപ്പോൾ ആവശ്യമുണ്ടോ എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, ഫോൺ പൊട്ടിയാൽ പുതിയത് മേടിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട സമയം അത് തിരിച്ചു കിട്ടില്ല. നമ്മുടെ കുട്ടി വളർന്നു പോകും, മാതാപിതാക്കൾ വയസ്സാകും, സുഹൃത്തുക്കൾ അവരുടെ വഴിക്ക് പോകും. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ അത് ഒരിക്കൽ മാത്രമേ വരൂ. ആ നിമിഷങ്ങളിൽ നമ്മൾ ഫോണിൻ്റെ സ്ക്രീനിലായിരിക്കണോ അതോ നമ്മുടെ മുന്നിലുള്ള ജീവിതത്തിലായിരിക്കണോ? ഒരു ദിവസം ഫോണില്ലാതെ ജീവിച്ചു നോക്കൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഫോൺ നഷ്ടപ്പെട്ടതുപോലെ തോന്നില്ല. പകരം നിങ്ങളെ തന്നെ കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും കണ്ടെത്തിയതുപോലെ തോന്നും. ഫോൺ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ, നമ്മുടെ ജീവിതം മുഴുവനാകരുത്. അവസാനമായി നിങ്ങളോടൊരു ചോദ്യം.
നിങ്ങൾക്ക് 24 മണിക്കൂർ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റുമോ? യെസ് ആണോ അതോ നോ ആണോ? കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ സ്ക്രീൻ ടൈം എത്രയാണെന്ന് നോക്കൂ. ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് നമ്മളറിയാത്തൊരു കാര്യം അവിടെ കാണാം. ഫോൺ നമ്മളെ നിയന്ത്രിക്കുന്നതിന് മുന്നേ നമ്മൾ ഫോണിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.